ചിക്കനിലേക്ക് പുരട്ടുന്നതിനായിട്ട് ഒരു 30 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി നമ്മൾ തൊലി കളഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചരക്കില്ല, അതിന് പകരമാണ് നമ്മൾ ഈ തക്കാളി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ പൊടികൾ വേണമെന്നും കൂടി നോക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ആ എല്ലാ പൊടികളെല്ലാം എടുത്തു വെച്ചതിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരക്കണത്. നമ്മൾ അതിന് പകരമാണ് ആ ഒരു വലിയ തക്കാളി തൊലി കളഞ്ഞിട്ട് അരക്കുന്നത്. ഇതിപ്പോ നമ്മൾ ആ അരച്ചെടുത്ത അരപ്പ് കണ്ടോ, നമ്മൾ ഈ ഇറച്ചിയിലെല്ലാം പുരട്ടിയിട്ടുണ്ട്. ഇറച്ചി നമ്മളൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാലിന്റെ പീസ് എല്ലാ പീസും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് കണ്ടില്ലേ നല്ല രീതിയിൽ അരഞ്ഞിട്ട് ഒറ്റ തക്കാളി കൊണ്ട് തന്നെ അരഞ്ഞു കിട്ടി. ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂർ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ സുഹൃത്തുക്കൾ, അത് ഇപ്പൊ 1 മണിക്കൂർ കൃത്യമായിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ വെച്ചാലും മതി നിങ്ങൾ. ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് 1 മണിക്കൂർ ഞങ്ങൾ വെച്ചു. അപ്പൊ നമുക്കിനി തുടങ്ങാം. നമ്മൾ ഒരു ബൗള് നിറയെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു അരമുറിയാണ്, വലിയൊരു തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗള് നിറയുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി വേപ്പില നിറയെ എടുത്തിട്ട് നമ്മൾ മുറിച്ച് അരിഞ്ഞ് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഏകദേശം കണ്ടോ, ഇതേപോലത്തെ ഒരു ബൗളാണ്. ഇത്ര വലിയ ബൗളിലാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പാല് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അളവ്. ഈ അളവിൽ നമ്മൾ പാലെടുക്കണം. ഇനി ഒന്ന് നല്ലൊരു തിള വരുമ്പോഴാണ് ഇനി നമ്മളിത് ഇളക്കേണ്ടത്. ഇപ്പോഴാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് തിളച്ചെന്ന് നോക്കാം. നല്ല ഉഗ്രനായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആദ്യം ചെയ്യേണ്ടത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് പോകുക കേട്ടോ. മാക്സിമം നമ്മൾ കുറച്ച് വെച്ചേക്കുക. കാരണം നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ തന്നെ ചിക്കൻ വേകണം. നിങ്ങൾ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിയേക്കണം. ആവശ്യം വരില്ല, നമ്മൾ ആദ്യം ഇടുമ്പോൾ അതിനനുസരിച്ച് അരപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു ഉപ്പ്. ഇനിയാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് വെച്ചു കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇനി നമ്മളത് അടച്ചു വെച്ചിട്ട് വളരെ തീ കുറച്ച് സാവധാനം ഇടക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വറ്റിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ഈ കറി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, തിളക്കുന്നുണ്ട് നന്നായിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തി ആയതുകൊണ്ട് ഒരു പകുതി ഞങ്ങളെ ചാറ് വേണം, നമുക്ക് ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പകുതി എടുത്തിട്ട് നമ്മൾ വാഴയിലയിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. പകുതി ഞങ്ങൾ ഗ്രേവി ആയിട്ട് മാറ്റുകയാണ്. അപ്പൊ നമ്മൾ ആ കറിയിൽ നിന്ന് കുറച്ച് നമ്മൾ ഇലയിൽ പൊതിയാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുറച്ച് വേപ്പിലിട്ടു. ഇനി നന്നായിട്ടൊന്ന് ചാറ് വറ്റിച്ചെടുക്കാം നമുക്ക്. ഇപ്പൊ ഇതുണ്ട്, നമ്മുടെ ഗ്രേവിയൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഗ്രേവി മാത്രം ആ ചിക്കനിൽ പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് നമ്മളെടുത്തിട്ട് വാട്ടിയ ഇലയിൽ നന്നായിട്ട് പൊതിഞ്ഞ് 1-2 സൈഡ് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു തവയിൽ ചൂടാക്കി എടുക്കുക. നമ്മൾ ഒരു 5-6 പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളത് തുറന്ന് കാണിക്കുകയാണ് നിങ്ങളെ. ഇലയുടെ ഒരു സൈഡൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. നല്ല മണം. ഇതാണ് നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത ചിക്കൻ. അപ്പൊ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക, അഭിപ്രായം പറയുക, താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. അത് അവർക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും, ഞങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കും. Ignore all expectations.
even when we should.